സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സർ, ഈ അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്ന ഒരു വാർത്ത, ഈ പാകിസ്ഥാൻ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി, അതില് ഘടിപ്പിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയിൽ ഘടിപ്പിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ, അപ്പൊ ഇത്തരത്തിലൊരു മിസൈൽ തങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ആ മിസൈൽ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയോട് ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട്. അതിന്റെ കാരണം, ഇന്ത്യക്ക് 3 ഇത്തരത്തിൽ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന, ഇത്തരത്തിലല്ല, അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്. അപ്പൊ തങ്ങൾക്ക് ഈ അണുശക്തി കൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ വേണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടെന്നും ചൈന അത് നിഷേധിച്ചെന്നും പറയുന്നു. സാർ, ഇതെന്താണ് സാർ ഈ കേൾക്കുന്നത്? അത് സത്യമാണ്, വാർത്ത സത്യമാണ്. പാകിസ്ഥാൻ വളരെ പരിഭ്രാന്തമായിട്ട് ഓടി നടക്കുകയാണ്. അവർക്ക് ഇപ്പോഴുള്ള ആവശ്യം സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും ആ ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് സബ്മറീൻസും, അതായത് ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മുങ്ങിക്കപ്പലുകളും അതിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും പാകിസ്ഥാൻ ആവശ്യമുണ്ട്. ഇതിനു വേണ്ടി പാകിസ്ഥാൻ പലരെയും സമീപിച്ചു. ഈ ടെക്നോളജി പാകിസ്ഥാനില്ല. ഈ ടെക്നോളജി കൈവന്നാൽ തന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനി നിർമ്മിക്കണമെങ്കിൽ ഒരു 15 കൊല്ലമെങ്കിലും ഏറ്റവും കുറഞ്ഞത്. അപ്പോ പിന്നെ അതിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്ന അത്ര നിസ്സാര കാര്യമല്ല. പാകിസ്ഥാൻ എന്തായാലും ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയവും സാവകാശമൊന്നുമില്ല. അവര് ഇങ്ങനത്തെ ഒരു അന്തർവാഹിനി പിന്നെ സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ സഹിതം തങ്ങൾക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് ചൈനയെ സമീപിച്ച് വേറെ പണി നോക്കാൻ പറഞ്ഞു ചൈന. കാരണം ഇത് ലോകത്തിലാകെ 5 രാജ്യങ്ങൾക്കുള്ള ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യ, റഷ്യ, ചൈന, US, ഫ്രാൻസ്, പിന്നെ 5 അല്ല 6 രാജ്യമുണ്ട്, ബ്രിട്ടനുമുണ്ട്. അപ്പോ ഇങ്ങനെ 6 രാജ്യം മാത്രമുള്ള ഒരു സംവിധാനമാണ് അത്. ആ ടെക്നോളജി പാകിസ്ഥാൻ അത്തരം ഒരു അന്തർവാഹിനി അതങ്ങ് മനസ്സിൽ വെച്ച കാപ്പൂതി വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. പാകിസ്ഥാൻ മറ്റു പല രീതിയിലും ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ അടുക്ക വീണ്ടും ചെല്ലും. എവിടുന്നെങ്കിലും ഇങ്ങനെ ഒരെണ്ണം മോഷിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്ന് നോക്കും. പാകിസ്ഥാൻ പഠിച്ച പണി 18 നോക്കും, സംശയമൊന്നുമില്ല. എളുപ്പം സാധിക്കാവുന്നതല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ അത് ഈ മോഹമായിട്ട് തന്നെ കിടക്കാനേ സാധ്യതയുള്ളൂ. അതൊരിക്കലും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട്. പാകിസ്ഥാൻ ഈ കൊല്ലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അന്തർവാഹിനി ഇല്ലായിരുന്നു. പെട്ടെന്ന് എന്തായാലും ഇത് ഇങ്ങനൊരു ആവേശം തോന്നുന്നത്? എന്താണ് അതിന്റെ കാരണം? ആ ചോദ്യത്തിന്റെ മറുപടി ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് സബ്മറീൻസ് അത് ഇപ്പോൾ ഓപ്പറേഷണലൈസ് ആകുന്നു എന്നുള്ളതാണ്. ഈ അരിഹന്ത് ക്ലാസ്സിലെ നമുക്ക് നേരത്തെ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, INS അരിഹന്ത്. അതിനുശേഷം നമ്മള് ഇപ്പൊ 2 എണ്ണം കൂടി ഓപ്പറേഷണലൈസ് ആക്കി. ഈ 2026 ഏപ്രിലാണ് ഇതിലെ 3ാമത്തെ അന്തർവാഹിനി ഓപ്പറേഷനിലാവുന്നത്. ആദ്യത്തേത് INS അരിഹന്ത്, അത് 2016. രണ്ടാമത്തേത് INS അരിഘാത്, അത് 2024. 2026 ഏപ്രിലിൽ INS അരിധമാൻ എന്ന് പേരിട്ടിരിക്കുന്ന 3ാമത്തെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ഓപ്പറേഷണലൈസ് ചെയ്യും. അതായത് അത് ഫുള്ളി പ്രവർത്തനക്ഷമമാണ്. അതിന് ഇന്ത്യൻ നേവിയുടെ ഭാഗമാണ്. ഈ 3 കൈവശം വന്നപ്പോൾ ഇന്ത്യക്ക് അതിലൊക്കെ തന്നെ മിസൈൽ ഘടിപ്പിച്ച് ഒരെണ്ണം റോന്ത് ചുറ്റാൻ വിടാം. അപ്പൊ ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനെ വലയ്ക്കുന്നത്. ഈ INS അരിഹന്ത് മാത്രം ആദ്യത്തെ 2016 ഓപ്പറേഷണലൈസ് ചെയ്തപ്പോ ഒരെണ്ണം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതിൽ മിസൈൽ ഘടിപ്പിക്കാം. പക്ഷെ അത് ഇന്ത്യ സുരക്ഷിതമായിട്ട് ന്യൂക്ലിയർ സബ്മറൈൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു യാർഡിൽ, അത് അങ്ങനെ ഒരു ഷിപ്പ് യാർഡ് ഉണ്ട്, അത് അവിടെ സൂക്ഷിച്ചിരിക്കുക. അത് പിന്നെ ഒരു അടിയന്തര ഘട്ടത്തിൽ മാത്രം പുറത്തിറക്കാനുള്ളൂ. രണ്ടാമത്തേത് വന്നപ്പോഴും അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഇത് രണ്ടും
സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിലും അത് സംരക്ഷിക്കുന്നതിലുമായിരുന്നു നമ്മുടെ ശ്രദ്ധ. മൂന്നാമത്തേത് വന്നപ്പോൾ സംഭവം മാറി. ലോകത്തെങ്ങുമുള്ള വാർ ഡോക്ടറിൻസ് അങ്ങനെ എപ്പോഴും ഒരെണ്ണം റോന്തിക്കൊണ്ടിരിക്കും. ഇതാണ് പാകിസ്ഥാനെ പേടിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പൊ പുതിയൊരു വാർത്ത 12 ന്യൂക്ലിയർ വാർഹെഡുകൾ മിസൈലുകളുമായിട്ട് മേറ്റ് ചെയ്ത്, അതായത് സംയോജിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതില് ഒരു 4-6 എണ്ണത്തോളം ഒരു അന്തർവാഹിനിയിലാണ്. ബാക്കിയുള്ളതൊക്കെ ഒരുപക്ഷെ കരയിലായിരിക്കും. ക്യാനിസ്റ്റർ എന്ന സംവിധാനത്തിലൂടെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരിക്കാം. അപ്പോ ഇവിടെ പാകിസ്ഥാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, ഇന്ത്യയുടെ അന്തർവാഹിനികള് 6 ആണവ മിസൈലുകളുമായിട്ട്, ആണവ പോർമുനകൾ വഹിക്കുന്ന മിസൈലുകളുമായിട്ട് ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി കറങ്ങി നടക്കുന്നുണ്ട് സമുദ്രത്തിലൂടെ. അതായത് ഇന്ത്യക്കെതിരെ ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചാൽ പോലും ഇതിൽ നിന്ന് ഒരെണ്ണം പാകിസ്ഥാന്റെ നേർക്കയില്ല. ഒന്നല്ല, 6 അണുബോംബ് ഒരു രാജ്യത്ത് വീണാൽ പിന്നെ രാജ്യം വലുതായിട്ടൊന്നും പിന്നെ ബാക്കി കാണത്തില്ല. ഒരെണ്ണം ലാഹോറില്, ഒരെണ്ണം ഇസ്ലാമാബാദില്, ഒരെണ്ണം കറാച്ചിയില്, ഒരെണ്ണം റാവൽപിണ്ടിയില്, ഇത്ര ഇട്ടാൽ മതി, പാകിസ്ഥാൻ തീർന്നു. ഈ 4-5 നഗരങ്ങൾ അതോടെ അപ്രത്യക്ഷമാകും, ഭൂമിയിലില്ല. പിന്നെ പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ ഒരു പകുതി അതോടെ തീരും, പകുതിയിലധികം തീരും. അപ്പൊ ഇത് പാകിസ്ഥാനെ വല്ലാതെ വിറളെ പിടിപ്പിക്കും. ഇന്ത്യ ഏതായാലും പെട്ടെന്ന് അണുബോംബൊന്നും വിടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, പാകിസ്ഥാന് ഈ ന്യൂക്ലിയർ ത്രട്ട് ഇഷ്യൂ ചെയ്യാൻ ഇനി പരിമിതിയുണ്ട്. ഇതുവരെ പാകിസ്ഥാൻ പറയും ഞങ്ങൾ അങ്ങോട്ട് വിട്ടും, നീ അവിടെ എന്തെങ്കിലും അനങ്ങിയാല് തീവ്രവാദി അതേ ജലം കരാറിൽ ഞങ്ങൾക്ക് 80% പറയാല്ലേ, ഞങ്ങൾക്ക് 95% ഞങ്ങൾക്ക് വേണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ന്യൂക്ലിയർ ത്രട്ട് ഇഷ്യൂ ചെയ്യുക. ഇനിയിപ്പോ ന്യൂക്ലിയർ ത്രട്ടിലും വലിയ കഥയൊന്നുമില്ല. ഇതാണ് പാകിസ്ഥാനെ വിറളി പിടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അതായത് അവരുടെ എൻ്റയർ വാർ ഡോക്ട്രൈൻ തിരുത്തി എഴുതപ്പെടേണ്ടവർ. പിന്നെ മറ്റൊരു ഒരു വസ്തുത, അഗലിക എന്ന് പറയുന്ന ഒരു പോർട്ടും എയർ സ്ട്രിപ്പും മൗറീഷ്യസിൽ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ. ഈ അഗലിക പോർട്ട് ഒരു ഡീപ് സീ പോർട്ടാണ്. അവിടെ അന്തർവാഹിനികൾക്ക് ഡോക്ക് ചെയ്യും. അതുപോലെ 3 കിലോമീറ്റർ നീളമുള്ള ഒരു എയർ സ്ട്രിപ്പാണ്. റൺവേക്ക് 3 കിലോമീറ്റർ നീളം ഉണ്ടാവും. അപ്പം ഇവിടെ നിന്നും ഈ ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന പൊസൈഡോൺ എന്ന് പറയുന്ന P-8I പൊസൈഡോൺ വിമാനം അവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുക. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളത് അഗലിക എന്ന മൊറീഷ്യസിന്റെ എയർ സ്ട്രിപ്പും അതുപോലെ തന്നെ പോർട്ടുമാണ്. ഈ പോർട്ട് ഡീപ് സീ പോർട്ടാണ്. അവിടെ അന്തർവാഹിനികൾ ഉൾപ്പെടെ ഉള്ളതിന് ഡോക്ക് ചെയ്യാൻ പറ്റും. അവിടുത്തെ എയർ സ്ട്രിപ്പിന് 3 കിലോമീറ്റർ നീളമുള്ള റൺവേ ഉണ്ട്. ഏത് ആധുനിക യുദ്ധവിമാനവും അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യുക. അതായത് P-8I പൊസൈഡോൺ എന്ന് പറയുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന വിമാനത്തിനും അവിടുന്ന് തീർച്ചയായിട്ടും പറന്നു വരാം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു അന്തർവാഹിനി ഇന്ത്യയിലല്ല, അത് വേറെ എവിടെയോ. അത് പാകിസ്ഥാന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയ പരിഭ്രാന്തിയില്ല. ന്യൂക്ലിയർ ത്രട്ട് എന്ന ഒരു സംഭവം പാകിസ്ഥാൻ ഇനി നടപ്പില്ല. ഈ ഒരു പുതിയ യാഥാർത്ഥ്യം. ഇനി അതുപോലെ മറ്റൊരു കാര്യം, 4ാമത്തെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവേർഡ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ, ഇതിന് പറയുന്നത് SSBN എന്നാണ്. ഈ ഇത്തരം അന്തർവാഹിനികൾ, അത് പേര് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, അങ്ങ് വിട്ടുപോയി. ഷിപ്പ് സബ്മർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ് ഈ നേവി ഉപയോഗിക്കുന്ന ഒരു പദം. അത് നേവിക്കാരൊക്കെ പറയുന്ന അങ്ങനത്തെ ഈ പദത്തെ നമ്മളിപ്പം സബ്മറീൻ ബാലിസ്റ്റിക് മിസൈൽ സബ്മറീൻ ഒക്കെ പറയും. അവർ പറയുന്നത് ഷിപ്പ് സബ്മർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ SSBN എന്ന്. ഈ SSBN 4ാമത്തേത് ഇപ്പം വരിക. ഇപ്പൊ 3 എണ്ണമാണല്ലോ അരിഹന്ത് ക്ലാസ്സിലെ SSBN ഞാൻ പറഞ്ഞു. 4ാമത്തെ SSBN ഇപ്പം രംഗത്ത് വരാൻ പോവാണ്. ഇനി അത് പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതിനേക്കാൾ വലിയത് വരുന്നു. പിന്നെ അടുത്തത് ആദ്യം ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് വെറും 750 കിലോമീറ്റർ ദൂരം പോകുന്ന 3500 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലാണ്
അതായത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ കൈവശം വന്നു. ഇനി അടുത്തത് വരാൻ 6 വരുന്നു. അതിന് യഥാക്രമം 6000, 7500 കിലോമീറ്ററിലധികം റേഞ്ച് വരും. അപ്പം വളരെ വിദൂരത്ത് കിടന്നുകൊണ്ട് പാകിസ്ഥാന് നേരെ ഒരു ആണവ മിസൈല് തൊടുത്തുവിടാൻ ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് കഴിയുമെന്നുള്ളത് പാകിസ്ഥാനെ സ്വാഭാവികമായിട്ടും പരിഭ്രാന്തിയിലാക്കി. അവർക്കറിയാം യുദ്ധം അങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല, ഇന്ത്യ ഏതായാലും പാകിസ്ഥാനിൽ ആണവ ബോംബൊന്നും കൊണ്ടിടാൻ പോകുന്നില്ല. പക്ഷേ അവര് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ, അത് ഇനി നടക്കത്തില്ല. കാരണം ഇന്ത്യക്ക് പുല്ലുവിലയാണ്. ഇങ്ങനെ ഒരു ചെറിയ ന്യൂക്ലിയർ ആയുധം എവിടെങ്കിലും അവർ കൊണ്ടിട്ടാല് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൈവശം ഉള്ള ഈ മിസൈലുകൾ ഇന്ത്യയുടെ അന്തർവാഹിനികളിൽ നിന്നും പറന്നുയരും. നിമിഷങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ തകർക്കും. പാകിസ്ഥാന് യാതൊരുവിധ വേണ്ട രീതിയിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല, ആന്റി മിസൈൽ ഇന്റർസെപ്റ്റർ മിസൈലുകളില്ല, ഒന്നുമില്ല. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അത് വ്യക്തമായതാണ്. അത് പാകിസ്ഥാനെ പരിഭ്രാന്തമാക്കുന്നു. ഇന്ത്യയുടെ സുദർശന ചക്ര എന്ന അതിഗംഭീരമായ ചക്രവ്യൂഹം, അതായത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ, ആന്റി ക്രൂയിസ് മിസൈൽ എല്ലാം അടങ്ങുന്ന വലിയൊരു ആന്റി മിസൈൽ, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, അത് ആന്റി മിസൈൽ ആകാം, ആന്റി എയർക്രാഫ്റ്റ് ആകാം, അത് ഇപ്പോൾ നിലവിൽ വരാൻ പോകുന്നു. ഇന്ത്യയുടെ ഒരു ലേയേർഡ് തട്ടുകളായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം രംഗത്ത് വരികയാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. അപ്പൊ അവർക്ക് എങ്ങനെങ്കിലും പേരിനെങ്കിലും ഒരു സാധനം കയ്യിലില്ലെങ്കിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പറ്റൂ. ദൗർഭാഗ്യവശാൽ ഇത് ലോകത്താരും മറ്റൊരാൾക്ക് കൊടുക്കില്ല. ഇന്ത്യ 1970-കളിൽ പരിശ്രമം തുടങ്ങിയതാണ് ഒരു അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനി അത് യാഥാർത്ഥ്യമാകാൻ. അത് 2016 ആകേണ്ടവർ. അപ്പൊ അതിന്റെ പിന്നിലെ ശ്രമവും അതുപോലെ തന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസ്കുകളും നമുക്ക് മനസ്സിലാകും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി അത് അത്ര യാഥാർത്ഥ്യമാണെന്ന് വേഗത്തിലെന്ന് എനിക്ക് തോന്നുന്നില്ല. കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളും അതുപോലെ അമേരിക്കയുടെയോ ടർക്കിയുടെയോ ഒക്കെ യുദ്ധവിമാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ബോംബ് ഇന്ത്യയിൽ കൊണ്ടിടുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു സംവിധാനം അവർക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു പാകിസ്ഥാന്റെ പരിഭ്രാന്തിയുടെ പിന്നിൽ. പാകിസ്ഥാന് ഒരു ആണവ ഘടിപ്പിച്ച ഒരു അന്തർവാഹിനി അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പാകിസ്ഥാൻ അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും തുടങ്ങിക്കഴിഞ്ഞെന്ന് മാത്രമല്ല, അവരത് പല രാജ്യങ്ങളിലും ചെന്നിട്ട് അതിനുവേണ്ടി യാചിക്കുന്നുണ്ട്. ആരും അത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയം വീണ്ടും പാകിസ്ഥാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തും. എങ്ങനെയായിരിക്കും അമേരിക്ക വരും ദിവസങ്ങളിൽ ഇതിനോട് പ്രതികരിക്കുക എന്നും നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുറയ്ക്ക് വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സർ.